കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മളിന്ന് നോക്കുകയാണ്. അതിൽ ആദ്യം വരുന്ന ടോപ്പിക്ക് അഞ്ചുതെങ്ങ് കലാപം. 1697 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. തിരുവിതാംകൂർ പ്രദേശത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ അധിവാസ കേന്ദ്രമാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഓക്കെ, ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ടയും അതുപോലെ തന്നെ വ്യാപാരശാലയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ഉമയമ്മ റാണിയാണ്. ആ സമയത്ത് ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ടയും വ്യാപാരശാലയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത വേണാടിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമയമ്മ റാണിയാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ വ്യാപാരം തുടങ്ങാൻ അനുവാദം നൽകിയ വർഷം, ഈ പറയുന്ന വ്യാപാരം തുടങ്ങാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയ വർഷം എന്ന് പറയുന്നത് 1684 1684 അനുവാദം നൽകിയത്. എന്തിനു വേണ്ടിയിട്ട്? വ്യാപാരം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1690 1690 ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ലഭിച്ചത്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിയിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1695. ബ്രിട്ടീഷുകാരുടെ മറ്റ് പണ്ടകശാലകൾ എന്ന് പറയുന്നത് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ തലശ്ശേരിയിലുമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. കലാപത്തിന്റെ കാരണം, ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് തന്നെ കുറെ മാർക്ക് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം 1721 1721 ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കി മാറ്റിയതിനെ തുടർന്ന് നടന്ന കലാപമാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം. അതാണ് ഈ അഞ്ചുതെങ്ങ് കലാപം പറഞ്ഞപ്പോൾ ആദ്യത്തെ കലാപം, ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത, അതാണ് അവിടുത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്കെന്ന് പറയുന്നത്, സംഘടിത കലാപം എന്ന് എടുത്ത് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണെന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും മാസവും ഡേറ്റും ഓർത്തിരിക്കണം. 1721 ഏപ്രിൽ മാസം 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആ സമയത്ത് വേണാടിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദിത്യവർമ്മയാണ്. ആ സമയത്തെ വേണാടിലെ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വരുന്നത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വരുന്നത് ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ പട്ടാളക്കാർ എത്തിയത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിൽ നിന്നാണ്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ എത്തിയത് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയിൽ നിന്നാണ്. കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി, ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഓക്കെ, ഈ പറയുന്ന വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്ന് പറയുന്നത് 1723. ആരൊക്കെ തമ്മിൽ? ഈ പറയുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും ചേർന്നിട്ടാണ് എന്ത് ഈ 1723 വേണാട് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ബ്രിട്ടീഷുകാർ ഒരു നാട്ടുരാജ്യവുമായി ചേർന്ന് ഒപ്പിടുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത്? ഈ പറയുന്ന വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാർ ഒരു നാട്ടുരാജ്യവുമായി ചേർന്ന് ഒപ്പിടുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഈ പറയുന്ന വേണാട് ഉടമ്പടി എന്നും ഓർത്തിരിക്കുക. ആറ്റിങ്ങൽ കലാപത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ മറക്കാതെ തന്നെ ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1741 ഓഗസ്റ്റ് മാസം 10 ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡച്ചുകാരും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ട യുദ്ധമാണ്. മനസ്സിലാക്കണം, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്ന യുദ്ധമാണ് ഈ പറയുന്ന കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 നടക്കുന്ന കുളച്ചൽ യുദ്ധം.
ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റും അതുപോലെ തന്നെ മാസവും അതുപോലെ തന്നെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഒരു പാശ്ചാത്യ ശക്തിയെ ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുത്തി ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം എന്ന് പറയുന്നത് അത് ഏതാണ്? തിരുവിതാംകൂറാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറാണ്. നാട്ടുരാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിലനോയ് ആണെന്ന് ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയ് ആണ്. ഓക്കെ, തിരുവിതാംകൂർ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ്. ഈ പറയുന്ന ഡച്ചുകാരുമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഡച്ചുകാരുടെ സൈനിക തലവനായിരുന്ന ഡിലനോയ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താനായി മാറ്റി. ആര്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉദയഗിരി കോട്ടയാണ്. ഉദയഗിരി കോട്ട കന്യാകുമാരിയിലാണെന്ന് ഓർത്തിരിക്കുക. ഈ ഉദയഗിരി കോട്ട സ്ഥാപിച്ച, അതായത് നിർമ്മിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് വീരരവിവർമ്മയാണ്. വീരരവിവർമ്മ, വേണാട്ടിലെ രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട സ്ഥാപിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. കുളച്ചൽ യുദ്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ തന്നെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത നായർ പട്ടാള ലഹള 1804 നടന്ന നായർ പട്ടാള ലഹള എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യങ്ങൾ കുറച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഈ പറയുന്ന നായർ പട്ടാള ലഹള. നായർ പട്ടാള ലഹള എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. 1804 നടന്നത്. അത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം എന്ത് ചെയ്തു? കുറച്ചതിനെതിരെയാണ് ഈ പറയുന്ന നായർ പട്ടാള ലഹള നടക്കുന്നത്. ഓക്കെ, ഇത് നടന്ന വർഷം എന്ന് പറയുന്നത് 1804 ഇതിനെ പറ്റി ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഓക്കെ, ഇത്ര കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത നോക്കാനുള്ളത് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ഓക്കെ, ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് ഈ പറയുന്ന കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം 1809. ഈ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷവും ഡേറ്റും എന്ത് ചെയ്യുക? മാസമൊക്കെ ഓർത്തിരിക്കുക, മറക്കല്ല്. 1809 ജനുവരി മാസം 11 ഇത് നടന്നത്. സ്ഥലം എന്ന് പറയുന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. അത് മറക്കാതെ തന്നെ ഓർത്തിരിക്കുക. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ കുണ്ടറ വിളംബരം നടക്കുന്നത്. വേലുത്തമ്പി ദളവ നടത്തിയതെന്ന് ഓർത്തിരിക്കുക. വേലുത്തമ്പി ദളവ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു ആര്? ഈ പറയുന്ന വേലുത്തമ്പി ദളവ. ഓക്കെ, വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. ഓക്കെ, വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കൽക്കുളമാണ്. തമിഴ്നാട്ടിലുള്ള കൽക്കുളത്താണ് ആര് ജനിക്കുന്നത്? ഈ പറയുന്ന വേലുത്തമ്പി ദളവ ജനിക്കുന്നത്. ജീവത്യാഗം ചെയ്ത സ്ഥലം, ഈ പറയുന്ന വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. ജീവത്യാഗം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലുള്ള മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ സ്മാരകം അത് സ്ഥിതി ചെയ്യുന്ന മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ സ്മാരകം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം അത് 2010 ഓർത്തിരിക്കുക. അപ്പൊ കുണ്ടറ വിളംബരത്തെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ തന്നെ ഓർത്തിരിക്കുക.